അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ കൊണ്ടുവരുന്നൊരു ഹദീസ് കാണാം. ഇബ്നു റവാഹ, അബ്ദുല്ലാഹിബ്നു റവാഹ എന്ന സ്വഹാബി, അദ്ദേഹം സ്വഹാബികളിൽ മറ്റു ആരെ കണ്ടുമുട്ടിയാലും അദ്ദേഹം പറയും, തആൽ നുഅ്മിനു സാഅ, നിങ്ങൾ വരും, കുറച്ച് സമയം നമുക്ക് ഈമാനുള്ളവരാവാം എന്ന് പറയുന്ന. ഒരു ദിവസം അദ്ദേഹം സാധാരണ പോലെ ഒരാളെ കണ്ടുമുട്ടി, അദ്ദേഹത്തോടും ഇത് പറഞ്ഞു. അപ്പോൾ ഈ കേട്ട വ്യക്തി ഫഅളിബ, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ഫജാഅ ഇല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ്, കേട്ട ആൾ നേരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലുകയും എന്നിട്ട് പറഞ്ഞു, നബിയെ അലാ ത്വറാ ഇബ്നു റവാഹ, എന്താണ് ഇബ്നു റവാഹയുടെ അവസ്ഥ? എന്താ അയാളെ കഥ? കാരണം യർഅബു അൻ ഈമാനിക ഇല ഈമാനിസ, ഇബ്നു റവാഹ പറയുന്നത് നിൻ്റെ ഈമാൻ കുറച്ച് സമയത്തേക്ക് എനിക്ക് വേണം എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. എന്താ അയാളുടെ കഥ എന്നൊരു പരാതി എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു ഇബ്നു റവാഹ, ഇബ്നു റവാഹയെ അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചൊരിയട്ടെ. ഇന്നഹു യുഹിബ്ബുൽ മജാലിസ അല്ലത്തി തതബാഹ അൽ മലായിക, നിങ്ങളോട് ഇബ്നു റവാഹ കുറച്ച് സമയം വരൂ, ഈമാൻ കൊള്ളാം എന്ന് പറഞ്ഞത് അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല മുബാഹത്ത് കാണിക്കുന്ന സദസ്സുകളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും എന്നാണ്. നമ്മൾ സാധാരണ കുട്ടികളോടൊക്കെ വന്നൊക്കെ ഇവനെ നല്ല കുട്ടിയാണ്, ഇവനെ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നത് പോലെ ഭൂമിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്കിടയിൽ കുറച്ച് ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരാളാണെങ്കിൽ പോലും, ഒരാൾ പറയാനോ ഒരാൾ കേൾക്കാനോ, അങ്ങനെയാണെങ്കിൽ പോലും അള്ളാഹു അതൊരു വലിയ കാര്യമായി അവൻ്റെ മലക്കുകളുടെ മുമ്പിൽ പറയുമെന്നാണ്. അതുകൊണ്ട് ഏത് ഇതുപോലുള്ള സദസ്സിലും ആ ഇഖ്ലാസോടുകൂടി, ആ ഒരു ചിന്തയോടുകൂടി, ആ ഒരു സ്ഥാനം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ, നമ്മുടെ നാട്ടിൽ നടന്ന നമുക്ക് സഹിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ ദുരന്തം, ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ അതിനിടയിൽ വിശ്വാസികളെന്ന നിലക്ക്, അതിനും അപ്പുറത്ത് ഈമാനുള്ള ആളുകൾക്കിടയിൽ ദീൻ സമ്പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മറ്റു മനുഷ്യർക്കത് എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു പൊതുസമൂഹത്തിൽ ഈ വിഷയം പറയുന്ന രൂപത്തിൽ പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. ഇവിടെ സഹോദരൻ സൂചിപ്പിച്ച ആ വിഷയം തന്നെയാണ് അതിൽ മർമ്മമായ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളിലൊന്നാണ് നമ്മളൊക്കെ വളരെ ദുർബലരാണ്, നിസ്സാരന്മാരാണ്. മനുഷ്യൻ അവൻ്റെ സംവിധാനങ്ങളെന്ന് പറയുന്നത് അധുനാധുനിക എന്ന മലയാള ഭാഷയെ നമുക്ക് പറയാൻ പറ്റാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ലോകത്ത് നമ്മളുള്ളത്. പക്ഷെ ഒന്നുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന, ഒന്നിനു പിറകെ ഒന്നായി വരുന്നത് പോലെ കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ആ ദൗർബല്യവും ദുർബലതയും ബോധ്യപ്പെടുത്തുന്ന ഒട്ടനേകം കാര്യങ്ങൾ. ഖുലിക്കൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്
ദുർബലമായിട്ടാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഗനിയ്യുൻ ഹമീദ് വല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്. ഖുർആൻ പറഞ്ഞില്ലേ, മനുഷ്യരെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ദരിദ്രൻ, ആവശ്യക്കാരൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാത്ത, എല്ലാവരും ആശ്രയിക്കുന്ന ഗനി. അതുകൊണ്ട് അവനാണ് സ്തുതികൾക്ക് അർഹതയുള്ളവൻ. ഇത് നമുക്കറിയാം, നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ട വിഷയമാണത് അല്ലേ. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇന്നലെ എന്തൊക്കെയോ ആയിരുന്നവർ, തലേ ദിവസം എന്തൊക്കെയോ ആയിരുന്നവർ, അവർക്ക് ഒരുപാട് സമ്പത്തുള്ള ആളുകളുണ്ടാവും, അതിൽ കുറേ പ്ലാനിങ്ങുകളും പദ്ധതികളും മുന്നിൽ വെച്ച ആളുകളുണ്ടാകും, കുറേ ആശകളും പ്രതീക്ഷകളും മുന്നിലുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നിമിഷ സമയം കൊണ്ട് മറ്റൊന്നായി മാറാൻ. വാർത്തകളിങ്ങനെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും, അത് കേൾക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ, നമുക്കിങ്ങനെ കേൾക്കാൻ പോലും ഒരു മനസ്സാക്ഷിയുള്ള മനുഷ്യന് കഴിയാത്ത വിഷയങ്ങൾ ഇങ്ങനെ കാണുന്നു, കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദൗർബല്യത ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് ഒന്നാമതായി നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, കുറേ കാരണങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, ഇതുപോലെ സംഭവിക്കുമ്പോൾ കുറേ കാരണങ്ങൾ ആൾക്കാർ പറയും. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയും, മല മാന്തിയത് കുറിച്ച് പറയും, മണ്ണെടുത്ത് കുറിച്ച് പറയും, കുറേ കാര്യങ്ങളുണ്ടാകും. അതൊക്കെ കാരണങ്ങളാവാം. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടോ ശിക്ഷയായിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അതിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പരീക്ഷണത്തിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയാകുമോ എന്ന് തന്നെയാണ് അല്ലേ. വിശുദ്ധ ഖുർആനിൽ കാരണങ്ങൾ പറയുന്നിടത്ത് സാധാരണഗതി നമ്മൾ കേൾക്കാറുള്ള വിശുദ്ധ ഖുർആനിലൊരു ആയത്താണ് സൂറത്ത് റൂമിലെ വചനം 31-ാമത്തെ ആയത്ത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദുല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രിക്കൂൻ. ഈ ആയത്ത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഭൂമിയിലും ആകാശത്തും അല്ലെങ്കിൽ കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറയുന്നു, മനുഷ്യർ ചെയ്ത അമലുകളിൽ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചിലതിന് അവരെ അനുഭവിപ്പിക്കാനും ശിക്ഷിക്കുവാനും വേണ്ടിയാണത്. എന്തിനാ ഇത് ഇങ്ങനെ കാര്യം ചെയ്യുന്നത്? അവർ മടങ്ങാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് വേണ്ടി, വിനയാനിതരാകുന്നതിന് വേണ്ടി. നിങ്ങൾ ഭൂമിയിലൂടെ നടന്നു നോക്കൂ, പല ചരിത്ര സംഭവങ്ങളും ലോകത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയാം. സാധാരണഗതിയിൽ ഈ ആയത്തൊക്കെ പറഞ്ഞിട്ട് പണ്ട് നമ്മളും ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ സാധാരണ പറയൽ JCBയും ബുൾഡോസറൊക്കെ കൊടുന്ന് കരയിലും കടലിലൊക്കെ മനുഷ്യൻ കുഴപ്പമുണ്ടാക്കിയത്. സത്യത്തിൽ ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ അതൊക്കെ ഉണ്ടാവാം, ഒരു പക്ഷേ ആവാം. പക്ഷേ അതിനെ പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം എന്താ? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം, അബുൽ ആലിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, മൻ അസല്ലാഹ ഫിൽ അർളി ഫഖദ് അഫ്സദ ഫിൽ അർള് ലിഅന്ന സ്വലാഹൽ അർളി വസ്സമാഇ ബിത്ത്വാഅ. വളരെ കൃത്യമാണ്. കാരണം അന്വേഷിക്കേണ്ടത് ഇവിടെയാണ്. ഭൂമിയിൽ അള്ളാഹുവിന് ധിക്കരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഭൂമി അതിൻ്റെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, അവിടെ പ്രശ്നം ഉണ്ടാവും. ഭൂമിയിലും ആകാശത്തിലും നന്മ നിലനിൽക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ്. മനുഷ്യരിൽ കുറേ മനുഷ്യർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും നന്മ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഭൂമിയിൽ അതിൻ്റെ നന്മ നിലനിർത്തുന്നു. പക്ഷെ പലപ്പോഴും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ, അവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഇതുപോലുള്ള കാരണങ്ങൾ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമാണ്. ഇതിനർത്ഥം വയനാട്ടിലത്തെ മനുഷ്യന്മാർ മുഴുവൻ മോശക്കാരായതുകൊണ്ട്, ഓലക്കാണ് മോശമായതുകൊണ്ട് ഇങ്ങനെ ആയിന്നല്ല, നമ്മളൊക്കെ ഭയങ്കര ഉഷാർ എന്നർത്ഥത്തിലല്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ വിഷയം.
ആയതിൻ്റെ ബാക്കി ഭാഗത്തിൽ യുദീഖഹും ബഅദുല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ എന്നുള്ളതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം, യബ്തലീഹിം ബിനഖ്സുൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അതുകൊണ്ടൊക്കെ അല്ലാഹ് പരീക്ഷിക്കാൻ. ഇതൊക്കെയാണ് ശിക്ഷ അല്ലെങ്കിൽ പരീക്ഷണം. എന്ത്? സമ്പത്ത് നഷ്ടപ്പെടുത്തി, അതേപോലെ തന്നെ മനുഷ്യരെ മരണപ്പെടുത്തി, കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുത്തി, ഫലവർഗ്ഗങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. ഇതെല്ലാം ഒരേപോലെ നമ്മൾ എടുക്കാനാണ് അല്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണപ്പെട്ട വിശ്വാസികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കിയുള്ള മനുഷ്യർക്ക് അള്ളാഹു ശാന്തി നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുന്നുള്ളൂ. ലഅല്ലഹും യർജിഊൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഐ അനിൽ മആസി, തെറ്റുകളിൽ നിന്ന് മടങ്ങാനാണ് അള്ളാഹു ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയുന്നിടത്ത്, ജീവിക്കുന്നിടത്ത്, കാണുന്നിടത്ത് ഇതുപോലൊക്കെ ഒന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമുണ്ട്. മടങ്ങാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണിച്ചു വരുന്നതാണ്. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒട്ടനേകം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരാഴ്ച സമയത്തിനുള്ളിൽ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട്, നമ്മുടെ കുടുംബത്തോട് ഇങ്ങനെയൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ രഹസ്യത്തിലോ പരസ്യത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ചരിത്രത്തിൽ ധാരാളം സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചതെടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഇനിയും സംഭവിക്കാന്നുള്ള രൂപത്തിലാണ്, നമുക്ക് താക്കീതായിട്ടാണ്. സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ സമുദായങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഫക്കുല്ലൻ അഖ്ദനാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബൻ വമിൻഹും മൻ അഖദത്തുഹു സ്വൈഹ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ് വമിൻഹും മൻ അഗ്റഖ്നാ വമാ കാന അല്ലാഹു ലിയുളിമഹും വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. കുറേ ജനതയെ, ചില ആളുകളെ ചരൽ കാറ്റുകൾ കൊണ്ട്, മറ്റു ചിലരെ ശക്തമായ മഴ വർഷിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അട്ടഹാസങ്ങൾ കൊണ്ട്, ഭൂമി വിഴുങ്ങിക്കൊണ്ട്, ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ മുക്കിക്കൊണ്ടൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് അറിയോ? ഇതൊന്നും അള്ളാഹു ഒരു അക്രമം ചെയ്യുന്നതല്ല അല്ലേ? ഒരു കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതുമായി ബന്ധപ്പെട്ട കുറേ കമൻസുകളും അഷ്റഫ് സാഹിബിൻ്റെ അതിൻ്റെ ഒരു റൈറ്റപ്പൊക്കെ നമ്മൾ വായിച്ചതാണ്. എന്താ ദൈവം ആരെയും രക്ഷിക്കാത്തത്? ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാ ദൈവം എന്നൊക്കെ രൂപത്തിൽ പരിഹസിക്കുന്ന മനുഷ്യർ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ആരോടും അള്ളാഹു അക്രമം ചെയ്യുന്നില്ല. മറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നു, ആ സമുദായങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, മനുഷ്യർ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ആരൊക്കെയോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? തഫ്സീറുകളിൽ കാണാം, ഇന്നമാ ഫഅല ദാലിക ബിഹിം ജസാഅൻ വവിഫാഖൻ ബിമാ കസബത് ഐദീഹിം. ഇത് മനുഷ്യർ ചെയ്തതിൻ്റെ, അവർ കാണിച്ചു കൂട്ടിയതിൻ്റെ, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നത് ഉണ്ടെങ്കിൽ സംഭവിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഒരു 4-5 വർഷങ്ങൾക്കപ്പുറത്തും ഇപ്പുറത്തുള്ള മനുഷ്യൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എന്താ യഥാർത്ഥത്തിൽ? ഒരു ശ്രദ്ധയുമില്ലാതെ ആടിത്തിമർത്തുകൊണ്ടിരിക്കാൻ, എല്ലാം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ അല്ലേ? ദീനനുസരിച്ച് ജീവിക്കുന്നവർ എന്ന് പറയുന്നവർ പോലും ഇതൊന്നും ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിടത്ത് എത്തി നിൽക്കാൻ. എന്തൊരവസ്ഥയാണോ ഈ കൊറോണയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. തിന്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തടയാൻ ആളുകളില്ലാത്ത അവസ്ഥ. തിന്മയായി കണ്ടിരുന്നത് പലതും അത് തിന്മയാണെന്ന് പറയാൻ പോലും കഴിയാത്ത അത്രയും ആളുകളുടെ ചെയ്യലുകൾ വർദ്ധിച്ചിട്ട് അവസാനം നോർമലൈസ് ചെയ്ത് അതൊക്കെ ഒരു പൊതു കാര്യങ്ങളായി മാറുന്നിടത്താണ് ഓരോ വിഷയം. ആടിത്തിമിർക്കാണ് മനുഷ്യൻ അതെല്ലാറ്റിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഹുദൈഫ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം തിർമുദി, ഇമാം അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വല്ലദി നഫ്സി ബിയദിഹി ലതഅമുറൂന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകർ ഔ ലയൂശിഖന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്,
എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. തീർച്ചയായും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സമൂഹത്തിലില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വരും. ആ വരുന്നത് കണ്ടവർ അള്ളാഹുവോട് ദുആ ചെയ്യും. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് അപ്പോൾ അള്ളാഹു ഉത്തരം ചെയ്യൂല. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഈ തിന്മകളിങ്ങനെ അതിൻ്റെ മൂർധന്യതയിൽ ആടിത്തുമർക്കുമ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല, കഴിയുന്ന രൂപത്തിലൊക്കെ ചെയ്യാൻ ആ പണിയാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇപ്പോഴും ആളുകൾ എന്താ വിചാരിക്കുന്നുണ്ടാവുക? ഇതിൻ്റെ പ്രത്യേകം എന്താ അറിയുമോ? അതിങ്ങനെ ഒരു വൈകാരികതയിൽ 1-2 ദിവസമൊക്കെ ഇങ്ങനെ കാണും, അതിനപ്പുറത്തേക്ക് അതൊക്കെ മറന്നു പോവാൻ. ഇതിൽ ഉൾപ്പെടാത്തൊന്നുകിൽ അതിൻ്റെ നേർക്കുനേരെ അനുഭവിച്ചവർ, അതുമായി ബന്ധപ്പെട്ടവർ, അവരുടെ കുടുംബം, അതൊന്നും അല്ലാത്ത ഒരു മൂന്നാമത്തെ വിഭാഗം ഉണ്ടാവും. അവരിപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ വളരെ സേഫാണെന്നാണ്. സുഹൃത്തുക്കളെ, നമ്മളെപ്പോലെ വിചാരിച്ച മനുഷ്യരാണ് ഇവരൊക്കെ, ആയിരുന്നു അവരൊക്കെ. വളരെ സേഫാണെന്നാണ്, അശ്രദ്ധയിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നത് കാണാം, വലൗ അന്ന അഹ്ലൽ ഖുറ, നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. ആമനു വത്തഖൗ ലഫത്ഹന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരു നാട് അവർക്ക് അല്ലാഹു അനുഗ്രഹം നൽകി, അവർ സമാധാനത്തിലും ആശ്വാസത്തിലൊക്കെ ആയിരുന്നു. അവർക്ക് അല്ലാഹു ആകാശത്തുനിന്ന് ബറക്കത്തുകളൊക്കെ ചെരിഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു അവരെ പിടികൂടി. എന്നിട്ട് ഖുർആൻ പറയും, അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നാഇമൂൻ അവ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ലഹം വഹും യൽഅബൂൻ. നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ആയത്തൻ. അപ്രതീക്ഷിതമായി ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ അള്ളാഹു അവരെ പിടികൂടി. ഒന്നും ശ്രദ്ധിക്കാതെ സുഖലോലുപന്മാരായി അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ദുഹാസമയങ്ങളിൽ അവരെ പിടികൂടി. അള്ളാഹുവിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരാണ് നിർഭയത്വം? ആർക്കാ നിർഭയത്വത്തോടുകൂടി കഴിയാൻ കഴിയുക? വിശുദ്ധ ഖുർആൻ അള്ളാഹു ചോദിക്കാൻ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ കാണാം, അവർ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ലുഹ എന്നൊക്കെ പറഞ്ഞത് ഐ ഫി ഹാലി ശുഗ്ലിഹിം വ ഗഫ്ലതിഹിം, അവർ അവരുടേതായ ജോലിയിലും അശ്രദ്ധയിലുമൊക്കെ കഴിഞ്ഞങ്ങനെ പോവാൻ. ഒന്നും ശ്രദ്ധിക്കാൻ ആളുകൾക്ക് സമയം കിട്ടുന്നില്ല. അതിനിടയിൽ അപ്രതീക്ഷിതമായി ഇതുപോലുള്ള പിടുത്തം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? സദാ സമയത്ത് സുഹൃത്തുക്കളെ ഈ ബോധം നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്തും വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും ഒക്കെ അല്ലാഹു പിടിക്കും എന്ന ബോധമാണ് അല്ലേ? ഓരോ കാൽപ്പാടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ശ്രദ്ധ വേണം എന്നർത്ഥം. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാൻ, അസറിൽ അൽ മുഅ്മിനു ബി അമലിൻ ബിത്വാഅ വഹുവ മുഷ്ഫിഖും വജല ഖായിഫ്. ഒരു മുഅ്മിനായ മനുഷ്യൻ നന്മ ചെയ്യുന്നിടത്ത് വരെ അയാൾ ഭയത്തോടുകൂടി ഹൃദയം പിടച്ചുകൊണ്ടാണ് നന്മ ചെയ്യുന്നിടത്ത് വരെ ഉണ്ടാവുക. ഇത് റബ്ബിൻ്റെ പേരിൽ റബ്ബിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന പേടി അയാൾക്കുണ്ടാവും. എന്നാൽ വൽ ഫാജിർ, ഒരു തോന്നിവാസി തമ്മാടി, ബി അമലിൽ ബിൽ മആസി വഹുവ ആമിനുൻ, അവൻ തെറ്റു ചെയ്യുമ്പോഴും തോന്നിവാസം ചെയ്യുമ്പോൾ പോലും അവൻ വളരെ നിർഭയനാണ്, ഒരു പേടിയില്ലാതെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ആയിക്കൂടാ എന്നതാണ്. ഇനി ഇങ്ങനൊരു സംഭവം, ഇതുപോലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് ബാക്കിയുള്ള മനുഷ്യർക്ക് താക്കീതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ആ പ്രളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നിടത്ത് സൂറത്തുൽ ഖമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗങ്ങൾ എന്തറിയൂ? കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫക്കദ്ദബു അബ്ദന വഖാലു മജ്നൂൻ വസ്ദുജർ എന്ന് പറഞ്ഞ് നൂഹ് നബി അള്ളാഹുവോട് പ്രാർത്ഥിച്ചതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഫഫതഹ്ന അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന രൂപത്തിൽ വെള്ളം അള്ളാഹു ആകാശത്തിൻ്റെ കവാടങ്ങൾ അങ്ങ് തുറന്ന് കുത്തിച്ചൊരിയുന്ന രൂപത്തിൽ അങ്ങോട്ട് വന്നു ഞാൻ എന്ന്. വഫജ്ജർനൽ അർള ഉയൂനൻ, ഭൂമി അത് പൊട്ടാൻ തുടങ്ങി, അതിൽ ഉറവ് ജലങ്ങൾ പൊട്ടി. ഫൽതഖൽ മാ അല അംരിൻ ഖദ് ഖുദിർ, അല്ലാഹ് നിശ്ചയിച്ചൊരു സംഗതി നടക്കാൻ ആകാശത്തു നിന്ന് ചൊരിയുന്ന കുത്തിച്ചൊരിയുന്ന മഴയും ഭൂമിയിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള വെള്ളവും കൂടിച്ചേർന്ന് ഒരു മഹാപ്രളയം അതുണ്ടായി എന്ന് ഖുർആൻ.
ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നു ഫകൈഫ കാന അദാബി വന്നുദുർ. അതിന് വലഖദ് തറഖ്നാഹ ആയത്തും ഫഹൽ മിൻ മുദ്ദക്കിർ. അതിന് മുമ്പുള്ള ആയത്ത് തന്നെ. എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ചിന്തിക്കുന്ന മനുഷ്യർക്കൊരു ആയത്തായിട്ട്, ദൃഷ്ടാന്തമായിട്ട്. തുടർന്നുള്ള ഫകൈഫ കാന അദാബി വന്നുദുർ, എങ്ങനെയുണ്ട് എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതുമെന്ന് നിങ്ങൾ നോക്കിയെന്നാണ്. ഇത് നമ്മൾ പണ്ട് ചരിത്രത്തിലാണ് വായിച്ചത്. നമ്മൾ നേർക്കുനേരെ കാണാൻ എന്താ സുഹൃത്തുക്കളെ സംഭവിച്ചത്? എത്ര സമയം അതിന് വേണ്ടി വന്നത്? ആർക്കാ രക്ഷപ്പെടുത്താൻ പറ്റുക? ആരുണ്ടാവുക? ഒരു രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ നല്ലൊരു ഭാഗവും കൊണ്ടുവന്നിട്ടും ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡിയോ അയാൾ സഞ്ചരിച്ചൊരു ലോറി അങ്ങനെ തന്നെ വെള്ളത്തിൽ പോയിട്ടും ദിവസങ്ങളോളം തെരഞ്ഞ് മനുഷ്യൻ നിസ്സഹായനായി മടങ്ങുന്ന ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലും അങ്ങനെയാണെങ്കിൽ ആർക്കൊന്നിനും പറ്റില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്കോ ശിക്ഷകൾക്കോ മുമ്പിൽ ഇങ്ങനെയായിരിക്കും. സബ ഗോത്രവുമായി ബന്ധപ്പെട്ടിടത്ത് സൂറത്ത് ശുഅറാഇൽ അല്ലാഹു പറയുന്നത് അംതർന അലൈഹിം മത്റൻ ഫസാഅ മത്റൽ മുൻദരീൻ. ഖുർആനോട് പറയുന്നത് ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു. ആ താക്കീത് രൂപത്തിലുള്ള മഴ എത്ര ചീത്തയായിരുന്നു. മഴ ചീത്തയല്ല, ആ സംഭവം എത്ര മോശമായിരുന്നു. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം മനുഷ്യരും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കാരണങ്ങൾ തേടി പലതും പറയുക എന്നതിനപ്പുറത്ത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, ഈമാനിലേക്ക് വരില്ല എന്നാണ്. അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു. ആകാശത്ത് കാർമേഘങ്ങൾ വന്ന്, നമുക്കറിയാലോ ചരിത്രം. നമ്മൾ പല ആളുകളും എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് പറയൽ. കാർമേഘം ഉരുണ്ട് കൂടുന്നത് കണ്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥത കാണിക്കും. പുറത്തിറങ്ങും, അകത്ത് കയറും, ഇങ്ങനെ അസ്വസ്ഥത കാണിക്കും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നന്നാസ ഇദാ റഅഉൽ ഗൈമ ഫരിഹു റജാഅ അൻ യകൂന ഫീഹിൽ മത്ർ. ഈ മഴ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കാർമേഘമൊക്കെ കാണുമ്പോൾ ആളുകളൊക്കെ സന്തോഷിക്കുന്നു. അവരുടെ മുഖത്തൊക്കെ പ്രതീക്ഷയും സന്തോഷമാണ്. പക്ഷേ വഅറാക ഇദാ റഅയ്തഹു ഉരിഫ ഫീ വജ്ഹിക്കൽ കറാഹിയ. നബി, നിങ്ങളെ ഞാൻ കാണുന്നത് നിങ്ങളുടെ മുഖം വല്ലാതെ അസ്വസ്ഥമാകുന്ന, പ്രയാസമാകുന്ന രൂപത്തിലാണല്ലോ. എന്താ ഇങ്ങനെ? ആളുകളൊക്കെ പ്രതീക്ഷയില്ല, നിങ്ങൾ എന്താ ഇങ്ങനെ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ മാ യുമിന്നി അൻ യകൂന ഫീഹി അദാബുൻ. ആരാണ് ആയിഷ എന്നെ സംരക്ഷിക്കാനുള്ളത്? അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ടാണ് ഈ കാർമേഘങ്ങൾ അതിൻ്റെ അവസാനമെങ്കിൽ ആര് ശിക്ഷിക്കാനുണ്ട് എന്നെ? ഉദ്ദിബ ഖൗമുൻ ബിർരീഹ് വഖദ റഅ ഖൗമുൽ അദാബ് ഫഖാലു ഹാദാ ആരിദുൻ മുംതിർന. അല്ലേ? പണ്ട് കാറ്റുകൾ കൊണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ശിക്ഷ നടപ്പിലാക്കിയപ്പോൾ അവരും കാർമേഘങ്ങൾ കണ്ടപ്പോൾ ഇതാ നമുക്ക് വേണ്ടിയുള്ള മഴ ഇതാ വരുന്നു എന്നവരും പറഞ്ഞിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു. ഇനി സത്യവിശ്വാസികളായ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോയി എന്ന് വിചാരിക്കുക. ആരൊക്കെയോ ചെയ്ത കാരണങ്ങളുടെ പേരിൽ, ആരൊക്കെയോ ചെയ്ത പ്രവചനങ്ങളുടെ പേരിൽ അതിൻ്റെ അവസാനം ഇതുപോലുള്ളൊരു ശിക്ഷയോ പരീക്ഷണമോ കടന്നു വരുമ്പോൾ അതിൽ സത്യവിശ്വാസികൾ ഉൾപ്പെട്ടാൽ ബേജാറാവാനൊന്നുമില്ല. അവിടെയാണ് ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും പ്രവചനങ്ങളുടെയൊക്കെ ആ ഒരു അതിൽ മുന്നോട്ട് പോകുമ്പോൾ കിട്ടാവുന്ന ഭാഗ്യം നമുക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പടച്ചോളൊന്നും വിശ്വാസമല്ല, ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരാൾ എന്ത് വിചാരിച്ചിട്ടപ്പോൾ സമാധാനിക്കുക? എന്താണ് ആ മനുഷ്യരോട് പറയാൻ പറ്റുക? അങ്ങനെയുള്ള മനുഷ്യരോട് അല്ലേ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നത്, അല്ലാഹു റസൂഉ ഫിൽ അർളി അൻസലല്ലാഹു തആല ബഅസഉ ബി അഹ്ലിൽ അർള്. ഭൂമിയിൽ മോശം തിന്മകൾ അത് വ്യാപിക്കുമ്പോൾ അള്ളാഹു ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കും. ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്, അവർ പറയാം, ഞാൻ ചോദിച്ചു അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വഇൻ കാന ഫീഹിം സ്വാലിഹൂൻ, അവരുടെ കൂട്ടത്തിൽ നന്മ ചെയ്യുന്ന മനുഷ്യരുണ്ടെങ്കിലോ, സ്വാലിഹീങ്ങളുണ്ടെങ്കിലോ അപ്പോഴും അങ്ങനെ സംഭവിക്കുമെന്നാണ്. ഖാല നഅം, അപ്പോഴും സംഭവിക്കും. വഇൻ കാന ഫീഹിം സ്വാലിഹൂൻ യുസീബുഹും മാ അസ്വാബൻ നാസ് സുമ്മ യർജിഊന ഇലാ റഹ്മത്തില്ലാഹ്. അവരുണ്ടെങ്കിൽ അവരും കൂടെ പെട്ടുപോകും. പക്ഷെ പിന്നീട് അവർ എത്തുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കാണ്. കൈകൾ നഷ്ടപ്പെട്ട് തലയോട്ടികൾ മാത്രം കിട്ടി, ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി, പേരറിയാത്ത ആളറിയാത്ത. ഇന്ന് നമ്മൾ കണ്ടു ഒരു കുട്ടിയുടെ ബോഡിയുടെ പുറത്ത് എഴുതിയിട്ടുള്ളത് ധാരാളം ആൾ എന്നറിയില്ല എന്നാണ്. കുറേ
തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈമാനുള്ള മനുഷ്യരാണെങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ. നമുക്കറിയാം അല്ലേ, എന്താണ്? നിങ്ങൾ പേടിക്കേണ്ട, മലക്കുകൾ പറയുന്നൻ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയം വേണ്ടതില്ല. വിട്ടേച്ച് പോകുന്ന നിങ്ങളുടെ ബാക്കിയുള്ള മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. അതിൻ്റെ തഫ്സീറിൽ അങ്ങനെ ഒന്ന് കാണാം. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ പറയും നിങ്ങൾ പേടിക്കേണ്ട, വരാൻ പോകുന്ന ഇനി ഇവിടുന്ന് അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്ന ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ വിട്ടേച്ച് പോകുന്ന, ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ദുഃഖവും വേണ്ടതില്ല എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയോ പരീക്ഷണങ്ങളായിട്ട് ഇതുപോലെ വരും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാൻ, വനബ്ലുവന്നക്കും ബിശ്ശർരി വൽ ഖൈറി ഫിത്ന വഇലൈനാ തുർജഊൻ. തീർച്ചയായും ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും ഫിത്നകൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകും. വഇലൈനാ തുർജഊൻ, നിങ്ങൾ നമ്മളിലേക്കാണ് മടങ്ങുന്നത്. മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാ, നബ്തലികും ബിശ്ശിദ്ദത്തി വറഖാ വസ്സിഹത്തി വസ്സഖം വൽഗിന വൽഫഖർ വൽഹലാൽ വൽഹറാം വത്ത്വഅ വൽമഅസിയ വൽഹുദാ വൽളലാല. ഇതുകൊണ്ടൊക്കെ അല്ലാഹു പരീക്ഷിക്കും. സമ്പത്ത് തന്നിട്ട് പരീക്ഷിക്കും, ഇല്ലാതെ പരീക്ഷിക്കും, നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കും, മരണം സംഭവിച്ചിട്ട് പരീക്ഷിക്കും. ഇതുകൊണ്ടൊക്കെ ഹലാൽ കൊണ്ട്, ഹറാമ് കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, തിന്മ ചെയ്യാൻ അവസരം നൽകി ഒക്കെ പരീക്ഷിക്കും. ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് വിശ്വാസി എന്താണ്? ഈമാനുള്ള മനുഷ്യർ വിചാരിക്കേണ്ടത് റബ്ബിൻ്റെ പരീക്ഷണം ഇനി അല്ലെങ്കിൽ ആരൊക്കെയോ ചെയ്ത കാരണങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു, അതിന് അല്ലാഹുവിൻ്റെ അരികിൽ കിട്ടേണ്ടത് കിട്ടും. ഇനി ഇതിൻ്റെ പരിഹാരം, ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ നടക്കാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ ശിക്ഷയോ പരീക്ഷണങ്ങളോ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ചെയ്യേണ്ടത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, ഒന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിന്ന് കാണാം, കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാ. അള്ളാഹുവിൻ്റെ ശിക്ഷ ഭൂമിയിൽ കിട്ടാതിരിക്കാൻ നിർഭയത്വം ലഭിക്കുന്ന രണ്ടു കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഖദ് റുഫിഅ അഹദുഹുമ, അതിലൊന്ന് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. ഫദൂനകുമുൽ ആഖർ ഫതമസ്സകൂ ബിഹി, രണ്ടാമത്തേത് നിങ്ങളടുത്തുണ്ട്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. അമ്മൽ അമാനുല്ലദി റുഫിഅ ഫഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അള്ളാഹു ഉയർത്തിയത് പ്രവാചകനാണ്. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്നിച്ചൊരു സമൂഹം, മുസ്ലിം സമൂഹത്തിന് ഇതുപോലുള്ള ആ ഒരു കാലഘട്ടത്തിൽ ശിക്ഷ വന്നിട്ടില്ല. എന്നിട്ടോ വഅമ്മൽ അമാനുൽ ബാഖി ഫൽ ഇസ്തിഗ്ഫാർ, ഇനി ബാക്കിയുള്ള കാര്യം ഇസ്തിഗ്ഫാറാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അദ്ദേഹം ഓതുന്നു, قال الله تعالى وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. നബിയെ, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിലും അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും അവരെ നാം ശിക്ഷിക്കുന്നതല്ല. ഒരു ശിക്ഷയായി ഇതുപോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട വിഷയം ഇസ്തിഗ്ഫാറാണ്. സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ച സമയത്തിന് ആകാൻ പോകുമ്പോൾ അല്ലെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അല്ലാഹുവേ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ട് പുറത്തുതരണമെന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയണം. നമ്മളെ മക്കളോട് നമ്മൾ വിളിച്ചു പറയണം, അവർക്കൊക്കെ ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം നിരന്തരമായ പ്രാർത്ഥനയാണ്. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആര് പരിഗണിക്കാനായിരുന്നു എന്നാണ്. പ്രാർത്ഥിക്കണം, നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്തൊക്കെ അവകാശവാദങ്ങളാണ് മനുഷ്യർ പറയാറുള്ളത്? മുസ്ലിമീങ്ങളായ ആളുകൾ വരെ മറഞ്ഞ കാര്യം അറിയും, നാളെ നടക്കാനുള്ളതറിയും, അപ്പുറത്തുള്ളതറിയും അല്ലേ? എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരുടെ അടുത്തേക്കൊക്കെ ചെന്നിരുന്ന്, പക്ഷെ തൊട്ടടുത്ത സമയം ഇനി ഇങ്ങനെ ഒരു മഹാവിപത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല, ആർക്കും സാധ്യമല്ല. റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഇത് വെറുതെ ഒരു പ്രാർത്ഥനയല്ല, നമുക്ക് ശരിക്കും ബോധ്യപ്പെടാൻ.
മഴക്കാർ ഇങ്ങനെ ഇരുണ്ട് മൂടുമ്പോൾ പ്രവാചകൻ പറയും അല്ലാഹു മഅഊദു മിൻ ശർരിഹ, അല്ലാഹു ഇതിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എന്തെങ്കിലും ഷർറുണ്ടെങ്കിൽ രക്ഷ ചോദിക്കുന്നു. മഴ വർഷിച്ചു കഴിഞ്ഞാൽ പറയും മുത്തിർന ബി ഫളിലില്ലാഹി വറഹ്മ. പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന മാത്രമല്ല, ജീവിതത്തിൽ ഒട്ടനേകം പ്രാർത്ഥനകൾ, ഇതുപോലുള്ള വിപത്തുകൾ വന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാവേണ്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ ധാരാളം നമുക്കുണ്ടാവണം. അള്ളാഹുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും നല്ലത് മാത്രം വിചാരിക്കാൻ കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തുൻ ബാലിഗ, അതങ്ങേ അറ്റത്തെ ഹിക്മത്ത് റബ്ബിനെതിലുണ്ടാവും. അതൊരുറച്ച വിശ്വാസം നമുക്ക് വേണം, അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവനെ നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ല പറയുന്നത് കാണാം, ഇന്നൽ മുഅ്മിന അഹ്സനുൽ ളന്ന ബി റബ്ബിഹി ഫഅഹ്സനുൽ അമൽ. ഒരു മുഅ്മിൻ റബ്ബിനെക്കുറിച്ച് ഏറ്റവും നല്ലത് വിചാരിക്കും, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഏറ്റവും നന്നായി അമൽ ചെയ്യാനും പറ്റും, നല്ല രൂപത്തിൽ അള്ളാഹുവിന് അമൽ ചെയ്യാനും പറ്റും. വ ഇന്നൽ ഫാജിറ അസാഅ ളന്ന ബി റബ്ബിഹി ഫഅസാഅൽ അമൽ. ഫാജിറായ മനുഷ്യൻ അയാൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ, ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ അയാൾ മോശം അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ അയാളുടെ അമലുകൾ തിന്മയായിട്ടേ വരുള്ളൂ. നമ്മൾ വിചാരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ റബ്ബ് കണക്കാക്കിയതാണ്. ഇത് നമ്മൾ ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിലും അത് റബ്ബ് എഴുതി രേഖപ്പെടുത്തിയതേ സംഭവിക്കുന്നുള്ളൂ, അല്ലേ? അത് മുസ്ലിമിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോയിൽ ഒരു സാധാരണ മനുഷ്യൻ, ആൾ വളരെ സാധാരണ നോർമലി രൂപത്തിൽ പറയുന്നുണ്ട്, എൻ്റെ എല്ലാം പോയി, എൻ്റെ കുടുംബങ്ങൾ പോയി, ഒക്കെ പോയിക്കോട്ടെ, ഒക്കെ റബ്ബ് തന്നല്ലേ, ഒക്കെ ദൈവം തന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യന് സത്യസന്ധമായി മുസ്ലിമിന് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അയാൾ ആ സമയത്ത് പറയണം എല്ലാം പോയി, ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല, ഒക്കെ റബ്ബ് തന്നല്ലേ, അവൻ കൊണ്ടുപോയിക്കോട്ടെ. സുഹൃത്തുക്കളെ, ഇതിലും വലിയൊരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ മറ്റാർക്കാ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. അള്ളാഹു നമ്മൾക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഇതിനപ്പുറത്തൊരാശ്വാസം, എല്ലാം നഷ്ടപ്പെടുമ്പോഴും എൻ്റെ റബ്ബ് എനിക്ക് തന്നത് അവൻ തിരിച്ചെടുക്കാൻ അവകാശമുള്ളവനാണ്, ഇത് അവൻ തീരുമാനിച്ചത്, അവൻ രേഖപ്പെടുത്തിയതാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബിൽ അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഖുർആൻ പറയാണ്, എന്താ? ഒരു മുസീബത്തും നിങ്ങൾക്ക് നിങ്ങളിലോ അല്ലെങ്കിൽ ഭൂമിയിലോ ബാധിക്കുന്നില്ല. ആ സംഗതി നടക്കുന്നതിന് മുമ്പേ റബ്ബ് അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ, അത് രേഖപ്പെടുത്തി വെച്ചതാണ്. അതിൽ അവനൊരു ഹിക്മത്തുണ്ടാവാം, വലിയൊരു ഹിക്മത്തുൻ ബാലെ ആ റബ്ബിൻ്റേതുണ്ടാവാം. അങ്ങനെയാണ് നമ്മൾ സമാധാനിക്കേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അതെല്ലാം വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ബാക്കിയായ മനുഷ്യരുണ്ട്, നമുക്കെന്താ അവരോട് ചെയ്യാനുള്ളത്? ഒന്നാമത് വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. മറ്റെന്ത് കൊടുത്താലും എന്തു തന്നെ ചെയ്താലും പകരമാവാത്ത നഷ്ടങ്ങൾ സംഭവിച്ചവരുണ്ട്, അല്ലേ? ഒരു വീട്ടിൽ ഒരാളൊഴികെ ബാക്കി മുഴുവൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടെന്താ? ഒന്നാമത് വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാന്നുള്ളതാണ്. ശാരീരികമായി, സാമ്പത്തികമായി അവരെ കൈപ്പിടിച്ചുയർത്തേണ്ടത് ബാക്കിയുള്ള മനുഷ്യരെ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുണ്ടാക്കുന്നവനാണ് അവൻ, ആശ്വാസമുണ്ടാക്കുന്നവനാണ്. അവർ കുറ്റക്കാരും മോശക്കാരും, അതുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കേണ്ടത് ആ ഒരവസ്ഥയല്ല. അതേപോലെ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധയും ആളുകളും എല്ലാം കടിഞ്ഞ് 1-2 ആഴ്ച കഴിയുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഏറ്റവും പ്ലാനും പദ്ധതിയോടും കൂടി അൽഹംദുലില്ലാ നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കൂട്ടായ്മ വളരെ കൃത്യമായ പ്ലാനും പദ്ധതിയൊക്കെ വെച്ച് ഇതുപോലുള്ള അവരുടെ ഭാവി കാര്യങ്ങളിലുള്ള ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ സഹകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഞാനോട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കുടിക്കേണ്ട കൂടെ ഞാനോട് പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലേ? അവസാനിപ്പിക്കുമ്പോൾ വളരെ മിനിറ്റുകളോ അല്ലെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു സംഗതി നമ്മളിങ്ങനെ ആ ഒരു വിഷ്വലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകേണ്ട, മനസ്സിനോട് പറയേണ്ട കാര്യം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ധാരാളം വചനങ്ങളുണ്ട്. ഈ ഭൂമി കിടുകിട വിറക്കുന്നത്, പർവ്വതങ്ങൾ തരിപ്പിടമാകുന്നത് എന്ന് പറഞ്ഞാൽ ഖിയാമത്തിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ
സംഭവിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? ചെറിയ ചെറിയ വചനങ്ങളില്ല മഹാസംഭവം. എന്താണ് ആ സംഭവം? ഖുർആൻ പറഞ്ഞില്ലേ? അതേപോലെ ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, എത്രയോ വചനങ്ങൾ. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. കിട്ടുന്ന സമയം അമലുകൾ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കിട്ടുന്ന സമയത്ത്, ഇനി മറ്റൊരു സമയമില്ല, ഇനി വരാൻ സാധ്യതയില്ല, ഏത് സമയത്തും ഇതൊക്കെ സംഭവിക്കും, നമുക്കും വരാം. അതിന് മരണം തന്നെ സംഭവിച്ചോണമെന്നില്ല. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന രൂപത്തിൽ വളരെ സ്മൂത്തായി ഇബാദത്തുകളിലോ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടാൻ കഴിയാത്ത പരീക്ഷണങ്ങളൊക്കെ വന്നേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യർ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഇതിലൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന ഓരോ അമലും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.